ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിപ്പം പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. പീനട്ട്സ് റോസ്റ്റഡ് ലൈക്ക് സോൾട്ടഡ് റോസ്റ്റഡ് പീനട്ട്സ് നമുക്ക് കടയിൽ കിട്ടുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും 5 മിനിറ്റ് കൊണ്ട്. ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന പച്ച നിലക്കടല, ഇതൊന്നും ചെയ്തിട്ടില്ല. ആവശ്യത്തിന്, അതായത് ഒരു ബൗൾ എടുക്കുക, ആവശ്യത്തിന് ഒരു പിടിയോ 2 പിടിയോ അങ്ങ് ഇടുക. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്. ഞാൻ തൽക്കാലം കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇത് ആവശ്യമില്ലാത്തത് അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം, കുറച്ച്. ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇതെല്ലാം കൂടി 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നേരെ പോകുന്നത് ഓവനിലേക്ക് 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. ഇതിൻ്റെ മേളിൽ നമുക്കൊരു അടപ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റീമിൽ ഉള്ളിൽ അതിരുന്ന് തിളച്ചോളും. അപ്പം ടൈം സെറ്റ് ചെയ്യുക 2 എൻറ്റോ ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ് 2 നിമിഷത്തേക്ക്. ഏതായാലും ആയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞു. ദേ 0ലേക്ക് വന്നിരിക്കുവാണ്. സ്റ്റീം ആയതുകൊണ്ടോ. ഇനി ഇതൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. നല്ല ചൂട് തൊടാനായിട്ട് ഒരു ടവൽ ഇല്ലാണ്ട് പറ്റില്ല. സോ കിച്ചൺ ടവൽ എടുത്തിട്ട് ബി കെയർഫുൾ. നല്ല ചൂടുണ്ട്. ഞാനിതിൽ കൈയിട്ട് വരുവാണ് കേട്ടോ. ഇതിന് അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വെള്ളം കളയണം. നമുക്കിനി എക്സസ് വെള്ളം എന്താണെന്ന് വെച്ചാൽ ഡ്രെയിൻ ചെയ്തിട്ട് പതുക്കെ ഈ പാത്രത്തിൽ നിന്ന് മറ്റേ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവിച്ച് വെച്ചിരിക്കുന്ന നിലക്കടല ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും കഴിക്കാം കേട്ടോ. പക്ഷേ ഇത് നമുക്ക് റോസ്റ്റഡ് ആക്കി എടുക്കണം. ഇനി നേരെ തിരിച്ച് ഇതിലേക്ക് ഓൾറെഡി 2 മിനിറ്റ്സ് അവിടെ വെച്ചു. ഇതാ 1 മിനിറ്റ് നമുക്ക് എടുക്കാനും പിടിക്കാനൊക്കെ ഉള്ളത്. ഇനി നമുക്ക് 1 2 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് എൻറ്റർ ഇറ്റ് 1 മോർ ടൈം. അതിനി ആ വെള്ളം പറ്റിയിരിക്കുന്നില്ലേ, അത് റോസ്റ്റാവും. റോസ്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്ക് നോക്കാം. ഇനി ഏതാണ്ട് 45 സെക്കൻഡും കൂടിയുണ്ട്. ഇവിടെ നിന്ന് പൊട്ടിത്തെറിയൊക്കെ കേട്ട് തുടങ്ങി. ആ വെള്ളത്തിൻ്റെ ഈർപ്പത്രയും പറ്റുവാണ്. അത് മൊത്തം തീർന്നിട്ട് നമുക്കെടുക്കാം. ഇതിനിടയിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ക്വാണ്ടിറ്റി കുറവാണ്, തീരെ കുറവാണെങ്കിൽ ഇത്രയും ടൈം വേണ്ട കേട്ടോ. ഒരു 15 സെക്കൻഡ് കൂടി ഉള്ളൂ. ഞാനൊന്ന് തുറന്ന് നോക്കുവാണ് സ്റ്റോപ്പ് ചെയ്തിട്ട്. ആഹാ, എന്താ മണം! സ്മോക്ക് കണ്ടോ, ചെറിയൊരു പുക. ഇതൊന്ന് എടുക്കുകയാണെങ്കിൽ നേരത്തെ അറിയാമല്ലോ എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ. ഇപ്പോഴും അതിൽ ഈർപ്പം മാറിയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. നല്ല നമ്മൾ ഈ മണലിട്ട് വറുത്തെടുക്കത്തില്ലേ, ഈ കടൽ തീരത്തൊക്കെ കിട്ടുന്നത്, ആ ഒരു പ്രത്യേക മണം കിട്ടത്തില്ലേ, അതുപോലെ വരുന്നുണ്ട്. ഉപ്പ് അടിയിൽ പിടിച്ച് കണ്ടോ, ഇവിടെ കണ്ടോ, അതുപോലത്തെ സ്മെല്ല് വരുന്നുണ്ട്. പക്ഷേ ഈർപ്പം കുറച്ചും കൂടി ഉണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും. ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. തൊലി ഇങ്ങനെ വരണം കയ്യിൽ, ഇതുപോലെ വരണം. എന്നിട്ട് ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആവണം. പക്ഷെ അതായിട്ടില്ല. ആ ബാക്കി സെക്കൻഡ്സും കൂടി നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു കൊടുത്തിട്ട് ആ 11 സെക്കൻഡ് വെച്ചാൽ ഒന്ന് ഓടട്ടെ. നമ്മുടെ ഈ 2 മിനിറ്റ്, അതായത് ടോട്ടൽ 2 മിനിറ്റ്സ് വേവിച്ചെടുക്കാനും പിന്നെ അടുത്ത 2 മിനിറ്റ്സ് പ്ലസ് 30 സെക്കൻഡ്സ് ഇങ്ങനെ വരവാനും, ബാക്കി 30 സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ ഇവിടെ അത്രയും എടുത്തു വെച്ച സാധനം എല്ലാം ക്ലീൻ ചെയ്ത് തിരിച്ച് ഒടുക്കുക. ഏതായാലും നിന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി
ചൂട് കഴിക്കുമ്പോഴത്തേക്ക് ശബ്ദം വരണം. കടലയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഇതത് വരുന്നില്ല. അപ്പം ഒരു 30 സെക്കൻഡ്സും കൂടി ഒന്ന് ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. 30 സെക്കൻഡ്സ് വെച്ചിട്ടുണ്ട്. എൻറ്റോ ഇനി ആ 30 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുക. വെച്ചാൽ നമുക്കിനി വേറെ ഒന്നും ഉണ്ടാക്കാൻ വയ്യ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ചോറിൻ്റെ ആവശ്യമില്ല. സമയം 3-4 മണി ആവുന്നേ ഉള്ളൂ. TV കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് വായിക്കത്തേക്ക് പോകുമ്പോഴേ എന്താ ടേസ്റ്റ് എന്നറിയോ? ഇനി ഏതായാലും വേണ്ട, പതുക്കെ ഒന്ന് എടുക്കുക. ഇതൊന്ന് ആറാനായിട്ട് വെക്കണം. ഈ പാത്രത്തിൻ്റെ ചൂടിലിരുന്നിട്ട് ഇത് ഒന്നും കൂടി ഇരുന്ന് അവിടെ ഇരുന്ന് കൊണ്ട് അങ്ങോട്ട് മൊരിയും. ഈ കൂടുതലൊന്നും ചെയ്യണ്ട. അതായത് ഓക്കെ, ഇത് രസമായിട്ട് വന്നിരിക്കുന്നു. നോക്ക്, ഇതുപോലെ തന്നെ ചോളം അല്ലെങ്കിൽ എന്താ പറയുന്നത്, കടലയൊക്കെ അല്ലേ, വെള്ളത്തിലായിട്ട് കുതിർത്ത് ഒന്ന് വേവിച്ച് വെച്ചതിന് ശേഷം ചെയ്യാം. ഇനി ഏതായാലും വേണ്ട, പതുക്കെ ഒന്ന് എടുക്കുക. ഇതൊന്ന് ആറാനായിട്ട് വെക്കണം. ഈ പാത്രത്തിൻ്റെ ചൂടിലിരുന്നിട്ട് ഇത് ഒന്നും കൂടി ഇരുന്ന് അവിടെ ഇരുന്ന് കൊണ്ട് അങ്ങോട്ട് മൊരിയും. ഈ കൂടുതലൊന്നും ചെയ്യണ്ട. അതായത് ഓക്കെ, ഇത് രസമായിട്ട് വന്നിരിക്കുന്നു. നോക്ക്, ഇതുപോലെ തന്നെ ചോളം അല്ലെങ്കിൽ എന്താ പറയുന്നത്, കടലയൊക്കെ അല്ലേ, വെള്ളത്തിലായിട്ട് കുതിർത്ത് ഒന്ന് വേവിച്ച് വെച്ചതിന് ശേഷം ചെയ്യാം. എൻ്റെ പീനട്ട്സ്, റോസ്റ്റഡ് പീനട്ട്സ് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുത്തു. ഇനി ഇത് കഴിച്ചു തീരാനുള്ള താമസം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം മാതിരി എത്ര മിനിറ്റ് വേണമെന്ന് വെച്ചാൽ ഒരു TV സീരിയലിൻ്റെ മുമ്പിൽ ഇരുന്ന് കാണുകയോ അതോ വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ട് കാണുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. തൊലിയൊക്കെ ഇങ്ങനെ പറക്കുക. ശബ്ദം കേട്ടോ. ഈ പാത്രത്തിൻ്റെ ചൂടിരുന്ന് കുറച്ചും കൂടി ഒന്ന് സെറ്റാകുമ്പോഴത്തേക്ക് പിന്നെയും യമ്മി. ഉപ്പ് നന്നായിട്ട് കയറിയിട്ടുണ്ടോ? ഈ വേവിക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ ഉപ്പ് കയറും കേട്ടോ. അപ്പം കടല നമ്മൾ കടിക്കുമ്പോഴത്തേക്കില്ലേ നല്ലൊരു ഫ്ലേവറായിട്ട്, ഫ്ലേവർ അല്ല, ടേസ്റ്റ് ആൻഡ് ഫ്ലേവറും ഉണ്ട്. മണലൊക്കെ ഇട്ട് വേവിക്കുന്നതിൻ്റെ, ഞാൻ പറയുന്നതൊക്കെ തെറ്റുന്നു, വറുക്കത്തില്ലേ, അതിൻ്റെയൊക്കെ ടേസ്റ്റ്. അപ്പോൾ വീട്ടിലിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന്. ഞാനിപ്പോൾ ഈ കത്തി വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ടൈം കയറുന്നേ ഉള്ളൂ. ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ ചെയ്ത് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അപ്പോൾ ബൈ.